ഒന്നേ എവിടെ പോയിട്ട് വരുന്നു? മകനെ ഒന്ന് കാണാൻ പോയതാ. ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാര് മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ? ഞാൻ വല്ല പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ലക്ഷ്മിയമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഏനിതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി? അവള് മഹാപിഴയാ. ലക്ഷ്മിയമ്മയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് പറയണേ. പറച്ചില് മാത്രമല്ല, നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചോറിൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകൾ. നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരിപ്പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം. അതെ, ഇതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭുണ്ടെന്നാ കേട്ടത്. എഞ്ചെങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി പുണ്യായം നടത്തി ശുദ്ധിവാസം നടത്തിയേ. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയണ്ട. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയേ ഞാനും കൂടി കൂട്ടി നിൽക്കാറുന്ന ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക. അറിഞ്ഞു. ആ ടീച്ചറ് മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്? അതെ. ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വലിയ മാനക്കടയ്ക്ക് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു മീൻകാരന്റെ വീട്ടില് തട്ടവും മുണ്ടിട്ട് വേദവും മാറി അവനോട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ? അല്ല, ഇത്രയാ സ്ഥിതിക്ക് നമുക്കതങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. ഇവിടെ നോക്കുക, മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ, അമ്പലക്കിണറിൽ വിഷം കലക്കി നമ്മൾ കോഴി കുടിച്ച് അങ്ങോട്ട് ചാവുക. അതേ തരമുള്ളൂ, മനസ്സിലാക്കുക. എന്റെ മോൾ ഒന്നോണ്ടും ബേജാറാവണം. വന്ന് എന്തെങ്കിലും കഴിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാകുന്ന ഇബിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ട്. രാത്രിക്കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം. എന്താ കുഞ്ഞാലി ഇത്? ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോവാൻ നമ്മൾ പറയില്ല. കിടക്കാൻ ഒരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെണ്ടിയിട്ടുണ്ട്. തലയെക്കെട്ട് നിസ്കാര തയമ്പുള്ള സ്വന്തം ജാതിക്കാരാട്ടി ഇറക്കിയപ്പോ നമുക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പഴയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ കുട്ടിക്ക് എന്താ വേണ്ടേച്ച പറഞ്ഞോളി. ഉമ്മ എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഉമ്മ നടത്തിത്തരാ. എന്റെ കുട്ടി ഇങ്ങനെ കരയല്ലേ.
ഈ കണ്ണീര് കാണുമ്പോ ഉമ്മാടെ ചെന്താണ് പഠിക്കുന്നത്. ടീച്ചറെ ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ പുരയിൽ നിൽക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല, എന്റെ സ്വന്തം വീട് പോലെയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം. ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ്. അതെ, മാഷ് പറഞ്ഞത് ശരിയാ. വല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല. സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും. ആരെന്തു പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞെന്നിരിക്കും. പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലല്ലോ. പൊരുതണം, പൊരുതി ജയിക്കണം. കാത്തുകുട്ടേ, ഓ ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണി ആപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് സുലൈമാൻ നിൽക്കണം. ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. ബേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിൽക്കണം. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാന്ന് വെച്ചിട്ടാണ്, അല്ലാതെ ഓരോ പേടിച്ചിട്ടൊന്നും അല്ല. നോക്കി നിങ്ങളുടെ പടച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ളവരാ. നീ നീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെ അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. അല്ലാതെ മുയനും കളഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്? ആര് എപ്പോ പറഞ്ഞു? ഇപ്പൊ അങ്ങനെ ആയാ? മീൻ തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. അല്ലാ, ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരേ കയറാൻ. മനസ്സിലായോ എനക്ക്? തിരുമേനി വിഷമിക്കാതിരിക്കൂ. എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ സഹിക്കാൻ കഴിയണില്ല. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതിനിപ്പോ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. അഥവാ ഉണ്ടായാൽ തന്നെ ആദ്യം ശേഖരൻ എന്നെ വിവരം അറിയിക്കാതിരിക്കോ? ഏതായാലും എനിക്ക് എത്രത്തോളം ഒന്ന് പോണം. എന്റെ കുട്ടിയെ ഒന്ന് കാണണം. ആവാലോ, പോവുകയും ചെയ്യാം, കുട്ടിയെ കാണുകയും ചെയ്യാം. പക്ഷേ ആദ്യം ആ ശേഖരനെ ഒന്ന് പോയി കാണുക. അതാ വീട്. മോളെ, അന്റെ ബാപ്പ വരുന്നുണ്ട്. കരയാതെ മോളെ, കരയാതെ. കരയരുത്. ഒക്കെ ഈശ്വരന്റെ പരീക്ഷണങ്ങളാണ് കരുതിയാൽ മതി. കടം വീട്ടുകയായിരിക്കും. എന്താ ഇങ്ങനെ പറയണത്? നിങ്ങളോടുള്ള കടം വീട്ടിയാ തീരോ? എന്റെ കുഞ്ഞാനും ഞാനും വിശന്ന് പൊരുമ്പോ നിങ്ങൾ തന്ന ചോറാ ഞമ്മക്ക് ജീവൻ തന്നത്. സ്വന്തം ജാതിക്കാരെ ആട്ടി ഇറക്കിയപ്പോ തല ചായ്ക്കാൻ ഒരിടം തന്നത് നിങ്ങളാ. എങ്ങനെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ പഠിച്ചോനെ എന്നുള്ള സന്തോഷാണ് ഞമ്മക്ക്. കുടിക്കാൻ അധികം ഒന്നും വേണ്ട, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഓരോന്ന് കേട്ടപ്പോ നെഞ്ചു പടച്ചിട്ട് ഓടി വന്നതാ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെയാണ് താമസം എന്നറിഞ്ഞാല് എന്താ വിചാരിക്കുന്നായിരുന്നു പേടി. ആമിനയുമ്മയും കുഞ്ഞാലിയെയും ഇല്ലത്തിന്റെ ചായ്പില് താമസിപ്പിച്ചതിന് സ്വന്തം സമുദായക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങളെ തിരുമേനി നേരിട്ടത് അറിഞ്ഞപ്പോ സത്യത്തിൽ ഈ കാല് പിടിച്ച് നമസ്കരിക്കാനാ തോന്നി.
പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഉള്ളത് ഈശ്വര ചൈതന്യം. അതിനെ നിന്ദിക്കുന്നവൻ മനുഷ്യനല്ല. ഇവളെ കൂട്ടിക്കൊണ്ടുപോവാച്ചിട്ടാ വന്നത്. മാഷ് പറഞ്ഞ വിവരങ്ങളൊക്കെ കേട്ടപ്പോ തോന്നി പാടില്ല. സ്കൂളിൽ വീണ്ടും പോകാനുള്ള ധൈര്യം തന്നത് മാഷ് തന്നെയാ. രുക്മിണി ശ്രീദേവിയൊക്കെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയതാ. നിന്നെ കൂട്ടിക്കൊണ്ടില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു. കൊണ്ടോന്നൂടേനോ? ഞമ്മക്കൊന്ന് കാണായിരുന്നല്ലോ. കുഞ്ഞാലി ഓൻ വെളുപ്പിനെ ഇറങ്ങും. അച്ഛനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുക. എനിക്ക് മകനെ പോലെയാ. എന്തായാലും സമാധാനായി. ഇനി വൈകില്ല, ഞാൻ ഇറങ്ങാ. ഒന്നും വിചാരിക്കരുത്. രാത്രി കുട്ടിക്ക് വൃത്തിയും വെടുപ്പായിട്ട് ഞമ്മളൊരു മുറി ഒഴിച്ചു കൊടുത്തിക്കണ്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങാം. വിരോധം ഉണ്ടായിട്ടല്ല, കുട്ടികളിവിടെ തനിച്ചേ ഉള്ളൂ. എന്തുണ്ടായാലും ഭഗവാനുള്ള പൂജ മുടക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞാലിയോട് മാത്രം മീൻ പാങ്കുള്ളൂ എന്ന് ചോദിച്ചോ മറ്റേ മീൻകാരൻ? ആ രാസനാരാ? അല്ല, ആ കഷണ്ടിക്കാരൻ. ഓ സുലൈമാൻ. ഓനും ഞാനുമായിട്ട് ലേശം ഉടക്കില്ല. ഒരു ഐസേഷൻ തരുമോ? അയ്യേ, മീനുമേ കിടക്കണ ഐസൊന്നും തിന്നാൻ കൊള്ളില്ല മോളെ. ഐസിനെ കിടക്കുന്ന മീനോ? കൊള്ളാലോ. എന്താ കറങ്ങി കിടക്കണേ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ലാന്ന്. സ്കൂളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവുന്നു. എല്ലാ കുടിയിലും കയറി ഇറങ്ങി ആരൊക്കെയോ പറഞ്ഞിട്ട് പോയിന്. ഞമ്മള് പേടിച്ചിട്ട് കുട്ടികളെ വിട്ടില്ല. ഇതത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റിയ പ്രശ്നമല്ല. കുമ്പളക്കടവ് സ്കൂളിലെ കുട്ടികൾ പൊട്ടിട്ടോ തൊപ്പി വെച്ചോ വന്നതിനെ അന്നാട്ടിലുണ്ടായ കച്ചറകളൊക്കെ നിങ്ങളും വായിച്ചല്ലേ പത്രങ്ങളില്? ഗുഡ് മോർണിംഗ്. ഇന്നെന്താ വല്ല സ്പെഷ്യൽ ലീവ് ഉണ്ടോ? കുട്ടികളെ ആരെയും കാണാനില്ല. അപ്പൊ ടീച്ചർ വിവരം പറഞ്ഞില്ലേ? ഇല്ല. എന്താ? അന്തർജനമാണ് അറിവ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്നാണ് ചില രക്ഷകർത്താക്കൾ പറയണത്. പറയുന്നതിൽ വേറൊന്നും തോന്നരുത്. ഇനിയും ഗായത്രി ടീച്ചർ ഇവിടെ വന്നാലും സ്കൂൾ ചിലപ്പോ പൂട്ടേണ്ടി വരും. ടീച്ചറായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ? ഞാനൊക്കെ ആണെങ്കിൽ ആ പോസ്റ്ററിന്റെ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ രാജിവെച്ച് വീട്ടിൽ പോയനെ. ആൾക്കാർ കഴിഞ്ഞ ദിവസം ഓരോന്ന് ചോദിക്കുന്ന കേട്ടിട്ട് പേടിച്ചാ സ്കൂളിലേക്ക് വരണത് തന്നെ. അങ്ങനെ പേടിക്കാതെ എന്നാൽ ഇവിടെ ഒളിക്കാൻ കാട് വേണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇംഗ്ലാബ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ നാവ് ഇത്ര നീളണ്ടല്ലോ. ഇവിടെ ജാതിന്റെ പേരും പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന നായ്ക്കളെ നിലക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂലേ? ബസ്സിന് 10 പൈസ കൂട്ടിയെന്നും പറഞ്ഞ് കുട്ടികളെ കുട്ടികൾക്ക് ബസ് തടിപ്പിച്ച നിങ്ങൾ യൂണിയനിന്റെ ഇക്കാര്യത്തിൽ തൊള്ളിമുട്ടിയിരിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും അടങ്ങണ കാര്യമല്ല മൂസേ. അടങ്ങാഞ്ഞിട്ടല്ല, മുൻകാല് വോട്ടിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടല്ലേ? ഞങ്ങളൊക്കെ കുഞ്ഞുകുട്ടി പരാധീനക്കാരാ. ഫസ്റ്റ് ആൾക്കാരാ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒരൊറ്റ ചിന്തല്ലേ ഉള്ളൂ. അല്ല, ഇനിയിപ്പം നാളെ മുതൽ മുസ്ലിം സ്കൂളിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? രാജിവെച്ച് വീട്ടിൽ പോയി കുത്തിരിക്കോ? എന്തേ ചിന്തിക്കണേ? രാജിവെച്ച് പോകാൻ പറയാൻ എളുപ്പാ. 75,000 1 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ സ്കൂൾ കയറി പറ്റണേ. ആചാര്യ നല്ല മനസ്സുകൊണ്ട് നിങ്ങളൊന്നും ആ വിഷമം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കണ്ണു ചോരില്ലാത്ത വർത്താനം പറയണേ. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. എല്ലാം അറിയാവുന്ന ഉമ്മ തന്നെയാണോ ഈ പറയുന്നത്? അറിയാനിട്ടല്ല, എന്നാലും എന്റെ മോള് പോവാന്ന് ഓർക്കുമ്പോ. ഉമ്മ, ഞാൻ എത്ര ക്ഷമിച്ചു, എന്തൊക്കെ സഹിച്ചു. അവസാനം സ്കൂൾ വരെ നിർത്തലാക്കുക. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ ശാപം. ഇനി എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന രക്ഷിതാക്കളുടെ ശാപം. പോരെ, എനിക്ക് ഇത്രയൊക്കെ പോരെ. ഓരോ റിവിലേസുകൾ പറക്കും മനുഷ്യന്മാർക്ക് സ്വൈരം കെടുത്താൻ. സാരല്ലമ്മ, എനിക്ക് പോയേ പറ്റൂ. മോൾ ആചാരോടും മാഷോടും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞ അവരെ സമ്മതിക്കില്ല. അവരുടെ മുഖത്ത് നോക്കി മറുത്ത് പറയാൻ എനിക്കാവില്ലമ്മ. എന്നാലും എന്റെ കുഞ്ഞാലിയോടെങ്കിലും പറയണം. പറയാതെ പോയാ ഓന് സഹിക്കൂല. വയ്യമ്മ, കുഞ്ഞാലിയോട് യാത്ര പറയാൻ എനിക്ക് വയ്യ. ഞാൻ പോയെന്നുമ്മ പറഞ്ഞാ മതി. മോളെ,
ഹാജിയാരെ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഇങ്ങനെ ഒളിച്ചോടി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ഹാജിയാര് പറഞ്ഞോ അതോ ഞാൻ പറഞ്ഞോ? ആട്ടെ, ടീച്ചർ രാജിവെച്ച് പോയി എന്ന് വയ്ക്കുക. എന്നാൽ ഈ പ്രശ്നം തീരൂ. എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ്. പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ? അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു തൊഴിലിനു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി. എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കണ്ണിയാണ്. സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ. ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ തളരരുത്. എന്താ സർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എത്ര സഹിച്ചു, ക്ഷമിച്ചു, കാണും. ഇനി വയ്യ. ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഗായത്രി ഈ ജോലി തുടരണമെന്നാ. ഇതിലൊക്കെ ഇത്ര തലപോകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്? മേന്നെ, സ്കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച. അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റ് അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല. അവിടെയാണ് മേനോൻ കയറി കളിക്കേണ്ടത്. അത് മനസ്സിലായി. ആയല്ലോ. ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ? പല അടവും പയറ്റി നോക്കിയതല്ലേ? എന്നിട്ട് എന്തേ ഹാജിയാർ സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന്? അത് പക്ഷേ അന്ന് ചേലക്കാടൻ എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ. അത് അന്നത്തെ രാഷ്ട്രീയം. മേന്നെ, രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല. അതിരിക്കട്ടെ, മേനെന്ത് തീരുമാനിച്ചു? എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല. ഇപ്പൊ ഒരു പിടി പിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും. ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ. ആണല്ലോ. എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട. അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല. അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ. ദേ, ഇതാണ് ആണുങ്ങളുടെ ഭാഷ. തറവാടി എന്നും തറവാടി തന്നെ. അപ്പൊ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം. കളിക്കാം. പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം. എന്തത്ര സംശയം? പക്ഷെ ഒരു കാര്യം, മേനു ആ വിചാരം വേണേ. സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ? സ്കൂളിൽ എന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ല പ്രശ്നം. പടച്ചവും സാധിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നമില്ല. ആദ്യം തന്നെ ഓണർ, നമ്മൾ തന്നെ പെയ്യോളും. നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക. ഓ, ഈ കാക്കി തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില? എന്തേ വേറെ പോലീസ് ചേർന്നു? ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കിത്തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും. വാച്ച്മാനല്ലോ, ഇത് പിയൂണിന്റെയാ. പിയൂണോ? എവിടെ? അപ്പൊ താൻ ഈ കഥയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ വാര് ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ? ആരാ അത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? ലോകപ്പ് അവസാനിക്കും. ഞാനും എന്റെ കെട്ടോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമുകാരെ. ആ പരപ്പ് ഇവിടെ വേഗം പോകുന്നില്ല. വേവും. എങ്ങനെ? നല്ല തേക്കിന്റെ വറകിട്ട് നല്ലോണം കത്തിച്ച ഏത് വേവാത്ത പരിപ്പും വേവും. എന്നിട്ട് ആ പരിപ്പിൽ നെയ്യൊഴിച്ച് നല്ലോണം കുഴച്ച് മസ്റ്റാനോട്ട് ഉണ്ണാനും കരുതി ഇലട്ടിരിക്കലേ ഉണ്ടാവുള്ളൂ എന്റെ പരമുകാരെ. കാണാൻ പോണ പൂരം എന്തിനാ പറഞ്ഞിറങ്ങിയത്? പൂരം വരട്ടെ, അന്നേരം കാണാം. നമ്മുടെ കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും അതോ ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത്.
അതന്നെ ഇതേ അറബി അറബിയോ? ഛെ, അറബി പഠിപ്പിക്കണം നമ്പൂരിച്ച് വന്നിരിക്കണം. ഓഹോ, എങ്ങോട്ടാ? തൊഴാൻ. അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? 4 വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേറ്റഭാഷയല്ലേ പഠിപ്പിക്കണത്. മേത്തന്മാരുടെ വീട്ടിൽ താമസവും അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധാവില്ലെന്ന് ആരും ഉള്ളൂ. ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ആ ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും പട്ടരെയും കണ്ടുകൊണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുപറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല.